ഇലക്ട്രിക് ബസ് വിവാദത്തിൽ CPM ഇടപെട്ടതോടെ പ്രതിരോധത്തിലായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. തിരുവനന്തപുരം സിറ്റി സർക്കുലർ ബസിന്റെ കൃത്യമായ വരവ് ചെലവ് കണക്ക് പഠിക്കാതെയാണ് മന്ത്രി നിലപാടെടുത്തത് എന്നാണ് ഉയരുന്ന ആക്ഷേപം. സിറ്റി സർക്കുലറിന്റെ മുഴുവൻ വിവരങ്ങളും ചൊവ്വാഴ്ച KSRTC മന്ത്രിക്ക് കൈമാറും. സത്യപ്രതിജ്ഞ ചെയ്ത് 2.5 ആഴ്ച ആകുമ്പോഴേക്കും വിവാദത്തിന്റെ ഇലക്ട്രിക് ഷോക്കിലാണ് മന്ത്രി ഗണേഷ് കുമാർ. ഇലക്ട്രിക് ബസിനോടുള്ള ഗതാഗത മന്ത്രിയുടെ സമീപനം വലിയ രീതിയിൽ എതിർപ്പ് ക്ഷണിച്ചു വരുത്തി. 10 രൂപയ്ക്ക് തലസ്ഥാന നഗരത്തിലോടുന്ന ഇലക്ട്രിക് ബസിനെ ജനം സ്വീകരിച്ചെന്ന് ആദ്യം പ്രതികരിച്ചത് CPM MLA ആയ VK പ്രശാന്താണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മന്ത്രിയെ തള്ളിപ്പറഞ്ഞതോടെ ഇലക്ട്രിക് വിവാദത്തിൽ ഗണേഷ് ഒറ്റപ്പെട്ടു. തിരുവനന്തപുരം നഗരത്തെ കാർബൺ ന്യൂട്രൽ നഗരമാക്കാനുള്ള ശ്രമത്തിൽ എല്ലാവരും ഒരുമിച്ച് പോകണമെന്ന് മേയർ ആര്യ രാജേന്ദ്രനും അഭിപ്രായം രേഖപ്പെടുത്തി. മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. സ്മാർട്ട് സിറ്റി പദ്ധതി, കിഫ്ബി ഫണ്ട് എന്നിവ വഴി വാങ്ങിയ 110 ഇലക്ട്രിക് ബസ്സുകളാണ് സിറ്റി സർക്കുലർ പോയിന്റ് ടു പോയിന്റ് സർവീസുകൾ നഗരത്തിൽ നടത്തുന്നത്. പ്രതിദിനം 6 മുതൽ 7 ലക്ഷം രൂപ വരെ വരുമാനം ലഭിക്കും. യൂണിറ്റിന് 7 രൂപ 60 പൈസയാണ് വൈദ്യുതി ചാർജ്. എല്ലാ ചെലവും പോയിട്ട് മാസം 38 ലക്ഷം രൂപ ലാഭം ലഭിക്കുമെന്നാണ് KSRTCയുടെ കണക്ക്. വിശദമായ കണക്ക് ചൊവ്വാഴ്ച ഗതാഗത മന്ത്രിക്ക് കൈമാറും. റിപ്പോർട്ട് പഠിച്ച് മന്ത്രി നിലപാട് മാറ്റാനാണ് സാധ്യത. മുഖ്യമന്ത്രിയും ഗണേഷ് കുമാർ കാണും. RB സനു, മീഡിയ 1, തിരുവനന്തപുരം. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ 3 മാസം ബാക്കി നിൽക്കെ നിയമനം ആവശ്യപ്പെട്ട് CPO റാങ്ക് ജേതാക്കളുടെ പ്രതിഷേധം. പ്രധാന ലിസ്റ്റിൽ നിന്ന് 21% പേർക്ക് മാത്രം നിയമനം നൽകിയതിനെതിരെയാണ് ഉദ്യോഗാർത്ഥികൾ തെരുവിലിറങ്ങിയത്. കാലാവധി അവസാനിക്കും മുൻപ് പരമാവധി നിയമനങ്ങൾ നടത്തണമെന്നതാണ് ഇവരുടെ ആവശ്യം. കാക്കി എന്ന് പറയുന്ന ഞങ്ങളുടെ സ്വപ്നമാണ് റോഡിൽ എഴുതുന്നത്. ഞങ്ങൾക്കൊക്കെ ഒരു പ്രതീക്ഷയാണ്. ഞങ്ങളുടെ വീട്ടുകാർ, ഞങ്ങളുടെ കൂട്ടുകാർ, ഞങ്ങളെ കാത്ത് ഇരിക്കുന്ന ഇത്രയും പേരുടെ പ്രതീക്ഷയാണ്. ഞങ്ങൾക്ക് ആ ജീവിതം, ഞങ്ങൾക്ക് ഒരു പോലീസ് ജോലി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുക. 1 വർഷം മാത്രം കാലാവധിയുള്ളതാണ് സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് പട്ടിക. പട്ടിക നിലവിൽ വന്ന് 9 മാസം പിന്നിട്ടിട്ടും നടന്നത് വളരെ കുറച്ച് നിയമനങ്ങൾ മാത്രം. 7 ബറ്റാലിയനുകളിലായി 13,975 പേരുള്ള റാങ്ക് പട്ടികയിൽപ്പെട്ടവരാണ് ഒഴിവ് റിപ്പോർട്ട് ചെയ്യൽ വൈകിയതോടെ പ്രതിസന്ധിയിലായത്. 2 ഘട്ട പരീക്ഷ എഴുതേണ്ടി വന്ന ഏക ബാച്ചിനാണ് ഈ ദുർഗതി. ജോലിക്ക് വേണ്ടിയുള്ള 5 വർഷത്തോളമായ കാത്തിരിപ്പ് വിഫലമാകുമോ എന്നതാണ് ഇവരുടെ ആശങ്ക. നിയമന നടപടികൾ വൈകിപ്പിച്ചു, 2 കൊല്ലത്തോളം വൈകിപ്പിച്ചു. അപ്പോൾ ഒരു നോട്ടിഫിക്കേഷന് വേണ്ടി 2019, 20, 21, 22, 23 പകുതി, ഇങ്ങനെ 4 വർഷത്തോളം നമുക്ക് നഷ്ടമായി. നിരവധി ഉദ്യോഗാർത്ഥികളാണ് ഏജ് ഓവറായിട്ട് അടുത്ത പോലീസ് കോൺസ്റ്റബിൾ എക്സാം എഴുതാൻ പറ്റാതെ നിൽക്കുന്നത്. റാങ്ക് ലിസ്റ്റിൽപ്പെട്ട 80% പേരും പ്രായമേറിയതിനാൽ ഇനിയൊരു പരീക്ഷ എഴുതാൻ കഴിയാത്തവർ. ഇതിനിടയിൽ പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കി ഒറ്റ പരീക്ഷ നടത്തി PSC പുതിയ റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതോടെ തങ്ങളുടെ സ്വപ്നങ്ങൾ ഇല്ലാതാകുമെന്നതാണ് ഇവരുടെ ആശങ്ക. മീഡിയ 1, കൊല്ലം.